നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൈവളികയിലെ അവിശുദ്ധ സഖ്യത്തിലൂടെ കല്യോട്ടെ രക്തസാക്ഷികളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. അവിശുദ്ധ ഭരണത്തിനെതിരെ BJP നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കോൺഗ്രസ് കാണിക്കാത്തത് നീതികേടാണെന്നും K. ശ്രീകാന്ത്. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ കരിങ്കൽ ക്വാറിയിലും കൃഷി ചെയ്യാമെന്ന് തെളിയിച്ച് എണ്ണപ്പാറ 7-ാം മൈലിലെ രമേശൻ എന്ന കർഷകൻ. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്യുന്ന രമേശൻ മറ്റു കർഷകർക്കും മാതൃക. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം തുമിനാട് പഴയ RTOയ്ക്ക് സമീപം വീണ്ടും തീപിടുത്തം. നാട്ടുകാർ സംയോജിതമായി ഇടപെട്ടതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കേരള അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ടെമ്പോകൾക്ക് ധാരണാവിരുദ്ധമായി തലപ്പാടി ടോൾ ഗേറ്റിൽ ചാർജ് ഈടാക്കുന്നതായി ആരോപണം. ഡ്രൈവർമാരുടെ ഐക്യ ട്രേഡ് യൂണിയൻ ഉദ്യാവാരയിൽ പ്രതിഷേധ യോഗം നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. കേന്ദ്ര സർക്കാർ ജില്ലയെ അവഗണിച്ചതായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കോൺഗ്രസ് BJPക്ക് ബദലല്ലെന്നും സതീഷ് ചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. പൈവളികയിലെ അവിശുദ്ധ സഖ്യത്തിലൂടെ കല്യോട്ടെ രക്തസാക്ഷികളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. ഈ അവിശുദ്ധ ഭരണത്തിനെതിരെ BJP നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കോൺഗ്രസ് കാണിക്കാത്തത് നീതികേടാണെന്നും K. ശ്രീകാന്ത് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൈവളികയിലെ ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതിലൂടെ കോൺഗ്രസ് ജനാധിപത്യത്തെ തന്നെ പരിഹസിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അംഗങ്ങൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യുവാനുള്ള അനുവാദം പോലും നേതൃത്വം നൽകിയില്ല. CPMന്റെ കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ ഏറ്റവും വലിയ ചർച്ചയാക്കി വോട്ട് പിടിക്കാനിറങ്ങിയ കോൺഗ്രസാണ് പൈവളികെ, കാറടുക്ക, എൺമകച്ചെ എന്നിവിടങ്ങളിൽ CPMുമായി അധികാരം പങ്കിടുന്നത്. CPMനെതിരായ കോൺഗ്രസ് പ്രചരണത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിശ്വാസത്തെ പിന്താങ്ങുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നതെന്നും K. ശ്രീകാന്ത് പറഞ്ഞു. CPM എന്ന് പറയുന്ന കൊലയാളി പാർട്ടിക്ക് പൂർണ്ണമായിട്ട് അധികാരത്തിൽ തുടരാനുള്ള അവസരം കൊടുക്കുന്ന വഴി ഇരട്ടക്കൊലപാതകം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ കണ്ണീരിന് വേണ്ടിയിട്ട്, 2 വോട്ടിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രമായിട്ട് കോൺഗ്രസ് ആ വിഷയത്തെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ്. ലോക്സഭാ മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുകയെന്നും UDF സ്ഥാനാർത്ഥി ഉത്സവപ്പറമ്പിൽ കച്ചവടത്തിനെത്തിയ ആൾ മാത്രമാണെന്നും K. ശ്രീകാന്ത് പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മണ്ഡലത്തിൽ കാണുന്ന ആൾക്കാരാണ് കഴിഞ്ഞ കുറേ കാലമായി UDFന്റെ സ്ഥാനാർത്ഥികൾ. അവധി ആഘോഷിക്കുന്ന ലാഘവത്തോടെയാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. UDF സ്ഥാനാർത്ഥി BJP വോട്ടുകൾ സമാഹരിക്കുമോ എന്ന ചോദ്യത്തിന് ശിക്കാരി ശംഭുവിന്റെ അവകാശവാദം പോലെയാണിതെന്നും K. ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ശിക്കാരി ശംഭുമാർ എല്ലാ സമൂഹത്തും വരുന്നുണ്ട്. ഉത്സവപ്പറമ്പിലെ ചന്തക്കാരൻ ആവണ്ട. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉത്സവപ്പറമ്പ് കിട്ടുന്നത് മേടിക്കാം, ആക്കുന്നത് ആക്കാം എന്ന നിലക്കാണ് ഈ UDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ. അതൊക്കെ ജനം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വോട്ടല്ല, ഈ BJPയുടെ വോട്ട് പിടിക്കാൻ വന്നിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന്, സ്വന്തം ഭക്ഷണത്തിന് വകയുണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥിയാണോ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരം എന്ന് പറയുന്നത് LDFും NDAയും തമ്മിലാണ്. BJP നേതൃത്വം നൽകുന്ന NDAയും CPM നേതൃത്വം നൽകുന്ന LDFും തമ്മിലാണ്. ഈ ഉത്സവപ്പറമ്പിലെ ചന്തക്കാരെ ഇത്തവണ ജനം അർഹിക്കുന്ന അവജ്ഞയോടെ കൂടിയിട്ട് ഇവിടുന്ന് പറഞ്ഞേക്കും. BJP സംസ്ഥാന സമിതി അംഗം V. ബാലകൃഷ്ണ ഷെട്ടി, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ കരിങ്കൽ ക്വാറിയിലും കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എണ്ണപ്പാറ 7-ാം മൈലിലെ രമേശൻ എന്ന കർഷകൻ. കഠിനാധ്വാനത്തിലൂടെ കരിങ്കൽ ക്വാറിയെ കൃഷിഭൂമിയാക്കി പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്യുന്ന രമേശൻ മറ്റ് കർഷകർക്കും മാതൃകയായി മാറുകയാണ്.
കാർഷിക രംഗത്ത് ഒട്ടനവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എണ്ണപ്പാറയിലെ സതീശന്റെ കൃഷിഭൂമി കണ്ടാൽ ആരുമൊന്ന് അത്ഭുതപ്പെട്ടു പോകും. ഒരു കാലത്ത് കരിങ്കൽ ക്വാറി സ്ഥിതി ചെയ്ത സ്ഥലമാണ് സതീശൻ കഠിനാധ്വാനത്തിലൂടെ കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത്. ക്വാറിയിൽ മണ്ണിട്ട് നികത്തിയാണ് ജൈവരീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയത്. വെള്ളരിക്ക, പടവലങ്ങ, കൈപ്പക്ക, ചീര, വെണ്ട തുടങ്ങിയ വിവിധ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കൃത്യമായ പരിപാലനത്തോടെയുള്ള കൃഷിയായതിനാൽ മികച്ച വിളവാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ജൈവ കൃഷിയായതിനാൽ പ്രദേശത്തെ കടകളിലുള്ളവരും വീട്ടുകാരുമടക്കം നിരവധി പേർ പച്ചക്കറിക്ക് ആവശ്യക്കാരായുണ്ട്. വെള്ളവും സ്ഥലവും ഉണ്ടായിരുന്നിട്ടും ചെറിയൊരു വിളനാശമുണ്ടായാൽ പോലും വിധിയെ പഴിക്കുന്ന കർഷകർക്കിടയിൽ സതീശൻ വേറിട്ട മാതൃകയാവുകയാണ്. ഈ കല്ല് മുറിച്ചൊരു പണിയായിരുന്നു. അതിന് മണ്ണിറക്കിയിട്ട് നട്ടതാണ് പച്ചക്കറി. പിന്നെ അതിൽ ജൈവവളം മാത്രമാണ്, കാടയും കോയില വേസ്റ്റ് മാത്രം. പിന്നെ എല്ലാവർക്കും ഇപ്പോഴും കച്ചവടക്കാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ചീരയുണ്ട്, നരമ്പുണ്ട്, കയ്പ, എല്ലാ പച്ചക്കറിയും നടുന്നുണ്ട്. വെണ്ട, വെള്ളരി, കക്കരി എല്ലാം നടുന്നുണ്ട്. കല്ല് മുറിക്കാൻ മതി. അപ്പം മറ്റേന്നൊന്നും നടാൻ കഴിയുന്നില്ല. പിന്നെ കല്ല് മുറിച്ച് പിന്നെ ഞങ്ങൾ മണ്ണിറക്കി ഇതാക്കിയോണ്ടാണ് ഞാൻ കൃഷിയിൽ തന്നെ ഉപയോഗിച്ചു. ആദ്യം നെൽകൃഷിയാണ്ടായിരുന്നു, 2 കൊല്ലം നെൽകൃഷിയാക്കി. പിന്നെ കഴിയുന്നില്ല, പിന്നെ പച്ചക്കറി തുടങ്ങി. ക്വാറിയിലെ പച്ചക്കറി കൃഷി പ്രദേശത്തെ മറ്റ് കർഷകർക്കും പ്രചോദനമാകുന്നു. മികച്ച വിളവ് ലഭിക്കുന്നതിനാൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരുമടക്കം നിരവധി പേരാണ് ഇവിടത്തെ കൃഷിരീതി അറിയുന്നതിനായി ദിവസവും എത്തുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് SVT റോഡിലുള്ള BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ಪ್ರಮೀಳಾ ಸಿ ನಾಯ್ಕ್ ನಿಲವಿಳಕು ಕೊಳುತ್ತಿയാണ് ಉದ್ಘಾಟನಾ ಕರ್ಮ ನಿರ್ವಹಿಸಿದ. ಕಳೆದ 5 ವರ್ಷದಿಂದ ಮೋದಿಜಿಯವರ ನೇತೃತ್ವದಲ್ಲಿ ಆಡಳಿತ ನಡೆಸುತ್ತಿರುವಂತಹ NDA ಸರ್ಕಾರ ಇಲ್ಲಿ ನಡೆಸಿರುವಂತಹ ಹಲವಾರು ಕ್ಷೇಮ ಯೋಜನೆಗಳು, ಅದೇ ರೀತಿ ಅಭಿವೃದ್ಧಿಯನ್ನು ಜನರೆಡೆಗೆ ಕೊಂಡೋಗಿ ಇವತ್ತು ನಾವು ಚುನಾವಣೆಯಲ್ಲಿ ಎದುರಿಸುತ್ತಿದ್ದೇವೆ. ಆ ಆಡಳಿತದ 5 ವರ್ಷದಲ್ಲಿ ಯಾವತ್ತೂ ಕೂಡ ವಿಮರ್ಶನೆಗಳು ಬರ್ತಾ ಇದೆ. ಆದರೆ ಇವತ್ತು ಹಾಗೆಲ್ಲ. ಮೋದಿಜಿಯನ್ನು ಸುಮಾರು 80ರಷ್ಟು ಶತಮಾನ ಜನಸಂಖ್ಯೆ ಇವತ್ತು ಮೋದಿಜಿಯನ್ನು ಪ್ರಧಾನಮಂತ್ರಿ ಆಗಬೇಕು, ಪ್ರತಿಪಕ್ಷದಲ್ಲಿದ್ದವರು ಕೂಡ ಮೋದಿಜಿಯ ಪ್ರಧಾನಮಂತ್ರಿ ಆಗಬೇಕು ಅಂತ ಹೇಳುವಂತ ದೃಷ್ಟಿಕೋನದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಮಾತಾಡ್ತಿರೋದು ನಾವು ಈಗಾಗಲೇ ನೋಡ್ತಾ ಇದ್ದೇವೆ. NDA ചെയർമാനും BJP ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. RSS വിഭാഗ് സംഘചാലക് ഗോപാല ചെട്ടിയാർ, NDA കൺവീനറും BDJS ജില്ലാ പ്രസിഡന്റുമായ ഗണേഷ് പാറക്കട്ട, സഹകാർ ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് K കരുണാകരൻ നമ്പ്യാർ, ST/SC മോർച്ച സംസ്ഥാന സെക്രട്ടറി AK കയ്യാർ, BJP സംസ്ഥാന കൗൺസിൽ അംഗം S കുമാർ, സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് V ബാലകൃഷ്ണ ഷെട്ടി, സരോജ R ബള്ളാൽ, കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം ജില്ലാ കൺവീനർ ബാലഗോപാലൻ പെരളത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ KV മാത്യു, BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നഞ്ചിൽ കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് സദാനന്ദ റൈ, സവിത ടീച്ചർ, ജനറൽ സെക്രട്ടറി A വേലായുധൻ, സെക്രട്ടറി M ബൽരാജ്, ട്രഷറർ G ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം തുമിനാട് പഴയ RTOയ്ക്ക് സമീപം വീണ്ടും തീപിടുത്തം. നാട്ടുകാർ സംയോജിതമായി ഇടപെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തുമിനാട് RTO ദേശീയപാതയോരത്ത് ഒഴിഞ്ഞ സ്ഥലത്താണ് ആദ്യം തീപിടിച്ചത്. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് പ്രദേശത്ത് തീ പടരുകയായിരുന്നു. ഉച്ചസമയമായതിനാൽ പ്രദേശത്ത് ജനസഞ്ചാരം കുറവായിരുന്നു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊട്ടടുത്ത ഫ്ളാറ്റിലെയും വീടുകളിലെയും താമസക്കാർ വെള്ളമൊഴിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമായില്ല. പിന്നീട് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ തീയണക്കുവാൻ ശ്രമം തുടങ്ങി. തുടർന്ന് ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സും കൂടി എത്തിയതോടെ തീ നിയന്ത്രണ വിധേയമായി. തീപിടുത്തത്തിൽ വീടിന്റെ മുൻവശമുണ്ടായിരുന്ന തെങ്ങുകൾ കത്തിനശിച്ചു. നാട്ടുകാർ സംയോജിതമായി ഇടപെട്ടില്ലെങ്കിൽ പ്രദേശത്തെ വീടുകളിലേക്കും ഫ്ളാറ്റിലേക്കും തീ പടരുമായിരുന്നു. ചിലർ വലിച്ചു കളയുന്ന സിഗരറ്റ്, ബീഡി കുറ്റികൾ മൂലമാണ് പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടാകുന്നത്. ഇതിനു മുൻപ് തുമിനാട്ടെ പല പ്രദേശങ്ങളിലും തീപിടുത്തമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കേരള അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ടെമ്പോകൾക്ക് തലപ്പാടി ടോൾ ഗേറ്റിൽ ചാർജ് ഈടാക്കുന്നതായി ആരോപണം. ടോൾ ഗേറ്റിന്റെ 5 കിലോമീറ്റർ പരിധിയിലുള്ള കർണാടക കേരള പ്രദേശത്തിലുള്ള ടെമ്പോകൾക്ക് സൗജന്യമായി സഞ്ചാരം നടത്താൻ കർണാടക DC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇതിന് വിരുദ്ധമായാണ് കേരളത്തിലെ ടെമ്പോകൾക്ക് ടോൾ ഗേറ്റിൽ നിന്നും ചാർജ് ഈടാക്കുന്നത്. കേരളത്തിലെ ടെമ്പോകൾക്ക് ടോൾ ഗേറ്റിൽ നിന്നും ചാർജ് ഈടാക്കുന്നതായി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയനാണ് ആരോപണവുമായി രംഗത്തെത്തിയത്.
തലപ്പാടി ടോൾഗേറ്റിൽ സഞ്ചരിക്കുന്ന 5 കിലോമീറ്റർ പരിധിയിലുള്ള കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിലുള്ള ടെമ്പോകൾക്ക് സൗജന്യമായി സഞ്ചാരം നടത്തുവാൻ കർണാടക DC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ ടോൾ അധികൃതർ കർണാടക പരിധിയിലുള്ള ടെമ്പോകൾക്ക് സഞ്ചാരം സൗജന്യമായി ചെയ്യുമ്പോൾ കേരള അതിർത്തിയിലുള്ള ടെമ്പോകൾക്ക് ചാർജ് ഈടാക്കുന്നതായും ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഡ്രൈവർമാരുടെ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉദ്യാവര മാട ടെമ്പോ സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം നടത്തി. ഗഡിനാടു സംരക്ഷണ വേദികയെ പ്രസിഡന്റ് സിദ്ദിഖ് തലപ്പാടി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ബാവ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ഹർഷാദ് വോർക്കാടി സംസാരിച്ചു. ಗಡಿನಾಡ ರಕ್ಷಣಾ ವೇದಿಕೆ ಎಂಬಂತ ಒಂದು ರಾಜಕೀಯೇತರ ಸಂಘಟನೆ ಆದ ಕಾರಣ ಆ ಹೋರಾಟಕ್ಕೆ ನಮಗೊಂದು ಅವರ ಹಿಂದೆ ಅವರಿಗೆ ಧೈರ್ಯ ಬರ್ತದೆ. ಹಾಗಿರುವಾಗ ಖಂಡಿತವಾಗಿಯೂ ಮಂಜೇಶ್ವರ ಭಾಗದ ಟ್ಯಾಕ್ಸಿಗಳಿಗೆ 5 ಕಿಲೋಮೀಟರ್ ವ್ಯಾಪ್ತಿಯ ಟ್ಯಾಕ್ಸಿಗಳಿಗೆ ನವಯುಗ ಕಂಪನಿಯ ತಲಪಾಡಿ ಟೋಲ್ನಲ್ಲಿ ಫ್ರೀ ಕೊಡಬೇಕು. ಈಗ ಕರ್ನಾಟಕ ಭಾಗದ ಟ್ಯಾಕ್ಸಿಗಳಿಗೆ ಫ್ರೀ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿ ಮಂಜೇಶ್ವರ ಭಾಗದ ಟ್ಯಾಕ್ಸಿಗಳಿಗೆ ಕೂಡ ಫ್ರೀ ಕೊಡಬೇಕೆಂಬಂತ ಬೇಡಿಕೆಯೊಂದಿಗೆ ಈ ಮನವಿಯನ್ನು ಇವತ್ತು ನಾವು ನವಯುಗ ಕಂಪನಿಗೆ ಕೊಂಡೋಗಿ ಕೊಡ್ತೇವೆ. ಆ ಮನವಿಗೆ ಅವರು ಸ್ಪಂದಿಸದೆ ಇದ್ರೆ ಮುಂದೆ ತೀವ್ರವಾದಂತಹ ಹೋರಾಟಕ್ಕೆ ಇಲ್ಲಿನ ಎಲ್ಲ ರಾಜಕೀಯ ಪಕ್ಷದವರು, ಗಡಿನಾಡ ರಕ್ಷಣಾ ವೇದಿಕೆಯವರು, ಐಕ್ಯ ಟ್ರೇಡ್ ಯೂನಿಯನ್ ಚಾಲಕರು ಎಲ್ಲರೂ ಸೇರಿಕೊಂಡು വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളായ മുസ്തഫ MD കടമ്പാർ, ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, ദയാകർ മാട, ഹുസൈൻ തലപ്പാടി, MP മൂസ തുടങ്ങിയവർ പ്രതിഷേധത്തിന് പിന്തുണ സമർപ്പിച്ചു. പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി ആദ്യമായി ടോൾഗേറ്റ് അധികൃതർക്ക് നിവേദനം നൽകുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിൽ തീരുമാനമായില്ലെങ്കിൽ ടോൾഗേറ്റിന് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനമെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട്ട് ഏരിയ കൺവെൻഷൻ നടന്നു. LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രന്റെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ തീരുമാനിച്ചു. മേലാങ്കോട്ട് AKG ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. ഓട്ടോ ടാക്സി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി TV വിനോദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ തൊഴിലാളികളാകെ ചെറുതൊഴിൽ സമരം നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതൊന്നും പുറകോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതാണ് ഓട്ടോ തൊഴിലാളികളുടെ സമരജീവിതം. എന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കുറയുന്ന ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ വർധനവ് വരികയാണ്. M പൊക്ലൻ അധ്യക്ഷനായി. CH കുഞ്ഞമ്പു സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ജില്ലയെ അവഗണിച്ചതായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കോൺഗ്രസ് BJPക്ക് ബദലല്ലെന്നും സതീഷ് ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കാസർഗോഡ് എന്ന പോലെ കാസർഗോഡിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ വികസനമെത്തിയില്ലെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ കാസർഗോഡിനെ അവഗണിച്ചതായും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ അടങ്ങുന്ന BJP മാത്രം ഭരിക്കുന്ന പഞ്ചായത്തുകളുള്ള ഈ കാസർഗോഡ് ജില്ലയ്ക്ക് BJP എന്താ കൊടുത്ത്? അങ്ങനൊരു ചോദ്യമില്ലേ? BJP സംസ്ഥാനത്തെയും ഈ ജില്ലയും അവഗണിക്കുകയാണ് ചെയ്തത്. MP-യുടെ 15 കൊല്ലത്ത് നിങ്ങൾക്കറിയാം MP ഇടപെട്ടിൽ. MP നമ്മൾ സ്പീക്കർമാർ MP ചെയ്തതെന്ന് വെച്ചാൽ MLA ഫണ്ട് കൊടുക്കൽ മാത്രമല്ല, അതാർക്കും കൊടുക്കാം. അതേ ഇടപെട്ടിലാണ് എൻഡോസൾഫാൻ ബാധിതമായ 11 പഞ്ചായത്തുകളും അനുബന്ധ പഞ്ചായത്തുകളും 280 കോടി രൂപ. അദ്ദേഹം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ പദവി ഉപയോഗപ്പെടുത്തി നബാർഡ് മുഖേന 250 കോടി രൂപയുടെ വൻ വികസന പ്രവർത്തനങ്ങൾ. ഏത് നിമിഷവും BJPയിൽ ചേരുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് EV ജയകൃഷ്ണൻ അധ്യക്ഷനായി. പ്രസ് ഫോറം സെക്രട്ടറി TK നാരായണൻ, മാധവൻ പാക്കം തുടങ്ങിയവർ സംസാരിച്ചു. LDF നേതാക്കളായ VK രാജൻ, M നാരായണൻ, VV രമേശൻ, K രാജ്മോഹൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. യുവത്വത്തിന്റെ വോട്ട് ഉറപ്പാക്കാൻ ക്യാമ്പസ് പര്യടനവുമായി കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിലെത്തിയ സതീഷ് ചന്ദ്രന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകി. 1975-78 കാലഘട്ടത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ മുൻ വിദ്യാർത്ഥിയായിരുന്നു മുൻ MLA-യും LDF സ്ഥാനാർത്ഥിയുമായ KP സതീഷ് ചന്ദ്രൻ. ക്യാമ്പസിലെത്തിയ സ്ഥാനാർത്ഥിയെ കോളേജിലെ SFI പ്രവർത്തകരും ഇടത് സംഘടനാ അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു.
രാഷ്ട്രീയത്തിനതീതമായി വോട്ട് രേഖപ്പെടുത്തി നെഹ്റു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയെ പാർലമെന്റിലെത്തിക്കണമെന്ന് മുൻ MLA കൂടിയായ സതീഷ് ചന്ദ്രൻ ക്ലാസ് മുറികളിലെത്തി വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ 1975-78 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ KP സതീഷ് ചന്ദ്രന് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. നെഹ്റു ക്യാമ്പസിലെത്തുമ്പോൾ പഴയകാലം മനസ്സിൽ തിരതല്ലുന്നുവെന്ന് സ്ഥാനാർത്ഥി ഒപ്പമുള്ളവരോട് പറഞ്ഞു. LDFന്റെ വിജയസാധ്യത ഭൂരിപക്ഷ വർദ്ധന സാധ്യത ഓരോ ദിവസം കഴിയുന്നതോറും ഈ മണ്ഡലത്തിൽ കൂടി വരികയാണ്. ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഇടതുപക്ഷത്തിന് പുറത്തുള്ള നിരവധി വോട്ടർമാർ ഇത്തവണ LDFന് വോട്ട് ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ LDF ചെയ്യും. 2 ദിവസത്തിനിടയിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 15ഓളം ക്യാമ്പസുകളിലാണ് ഇടതുപക്ഷത്തിന്റെ തേരാളി വോട്ടഭ്യർത്ഥിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൈവളികയിലെ അവിശുദ്ധ സഖ്യത്തിലൂടെ കല്യോട്ടെ രക്തസാക്ഷികളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. അവിശുദ്ധ ഭരണത്തിനെതിരെ BJP നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കോൺഗ്രസ് കാണിക്കാത്തത് നീതികേടാണെന്നും K. ശ്രീകാന്ത്. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വേണമെങ്കിൽ കരിങ്കൽ ക്വാറിയിലും കൃഷി ചെയ്യാമെന്ന് തെളിയിച്ച് എണ്ണപ്പാറ 7ാം മൈലിലെ രമേശൻ എന്ന കർഷകൻ. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്യുന്ന രമേശൻ മറ്റു കർഷകർക്കും മാതൃക. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം തുമിനാട് പഴയ RTOയ്ക്ക് സമീപം വീണ്ടും തീപിടുത്തം. നാട്ടുകാർ സംയോജിതമായി ഇടപെട്ടതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കേരള അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ടെമ്പോകൾക്ക് ധാരണാവിരുദ്ധമായി തലപ്പാടി ടോൾ ഗേറ്റിൽ ചാർജ് ഈടാക്കുന്നതായി ആരോപണം. ഡ്രൈവർമാരുടെ ഐക്യ ട്രേഡ് യൂണിയൻ ഉദ്യാവാരയിൽ പ്രതിഷേധ യോഗം നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. കേന്ദ്ര സർക്കാർ ജില്ലയെ അവഗണിച്ചതായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കോൺഗ്രസ് BJPക്ക് ബദലല്ലെന്നും സതീഷ് ചന്ദ്രൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.